ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ മണ്ണ് വെച്ചിട്ട് ഓർഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മണ്ണ് എടുക്കാം, ചെളി എടുക്കാം. എനിക്ക് വയ്യ, പാവം വയ്യ. അപ്പോൾ നമ്മൾ ചെളി അതെന്ത് എന്റെ പെണ്ണിന്റെ ചാനൽ ഒരേപോലെ റസ്ബി. അപ്പോൾ എടുത്തോളൂ, ഡസ്റ്റ്ബിനെ എനിക്ക് തന്നോളൂ. വേണ്ട, എടുത്തോളൂ. അത് ആവശ്യമില്ല. നമുക്ക് യൂട്യൂബ് ഒന്നും ഇല്ലാത്തപ്പോൾ ഗായ്സ് ഞാനുണ്ട്, പക്ഷെ എനിക്ക് ചെയ്യാൻ മൂടില്ല. എനിക്ക് മൂടൊക്കെ ഉണ്ട്. ആദ്യം ക്യാമറമാൻ ആരാകും? സാധാരണ കിട്ടി കിട്ടി. ചളി നമുക്ക് എവിടെന്നെങ്കിലും എടുക്കണം. നമുക്ക് എടുക്കണം. ചിരട്ടോണ്ട് മണ്ണ്, ഈ കാണുന്ന മണ്ണ്. ഇവിടെ ഇവിടെ വണ്ടിക്ക് അറിയില്ല. അവിടെ ഇങ്ങനെ കുത്തി പിടിച്ചൊരു ചോന്ന മണ്ണ് കിട്ടും. ആ ഒരു കമ്പെടുത്ത് കുത്താതെയോ. എനിക്ക് ഒരു മണ്ണ് വേണം. നിങ്ങൾ അവിടെ പോയിക്കോളൂ. ആ മണ്ണ് അവിടെ താഴെ നോക്കല്ലേ, നമ്മളെ മുഖം ഇവിടെ കുളിച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു മണ്ണ് വേണം. കണ്ടോ ഗായ്സ്, ചുമന്ന മണ്ണില്ല ഗായ്സ്. എന്താ സാധനങ്ങളെ കയ്യൊന്നും കാണിച്ചില്ല. ഈ മണ്ണ് ആക്ച്വലി അധികം നല്ലതല്ല. പണ്ട് നമ്മൾ യൂട്യൂബ് ഇല്ലാത്തപ്പോ നല്ലൊരു മണ്ണ് ആ സൈഡ് കിണറ്റത്ത് അപ്പുറത്തെ നല്ല മണ്ണാണെന്ന്. ഒരു ലിറ്റർ വെള്ളം കൊള്ളാലോ അത്രയും കുഴിയായിരിക്കുന്നു ഗായ്സ്. അപ്പ ഗായ്സ്, ഇതാണ് നമ്മളെ കാക്കു. Mama.
ഇതാ നോക്ക് ഗായ്സ്, മാങ്ങ സീഡ് കുട്ടി മാങ്ങ സീഡ് കുട്ടി മാങ്ങ സീഡ് ഗായ്സ് ഇതാ ഇവിടെ ചെടി കിഴക്കുകയാണ്. അപ്പൊ യൂട്യൂബർ ഇങ്ങോട്ട് ചെറുന്ന് നോക്കാമോ? നീ പക്കണ്ട കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എന്താ പായസം നോക്ക് ഗായ്സ്, അങ്ങോട്ട് കൊടുക്കേ അവൾക്ക് ഇതാ ചെയ്തോളൂ. കുഞ്ഞിക്ക് കുറച്ചും കൂടെ വെള്ളം വേണം. കയ്യിലൊക്കെ പട്ടിയും പൂച്ചയൊക്കെ മുത്തറിയിടുന്ന സാധനം ആ മണ്ണിൽ കൈ സഹിക്കണേ നോക്ക് അപ്പൊ ഇതാണ് നമ്മളെ ഒരു റിയൽ യൂട്യൂബർ നമ്മൾ അസ്ലാൻ. ഇതാണ് ഫേക്ക് യൂട്യൂബർ ബിസ്മിലൂട്ടി. ഫേക്കല്ല റിയൽ തന്നെ രണ്ടുപേരും. പക്ഷെ അസില് പറയണ നീ ഫേക്കാണ്, അവർ റിയൽ ആണ്. ഓ സ്വപ്നത്തിൽ മാങ്ങയുടെ വീഡിയോയിൽ ഒരു ലൈക്ക് പോലും കൊടുക്കല്ലേ. അത് തന്നെ അസിലു മാങ്ങാടിയുടെ വീഡിയോയിൽ ഒരു ലൈക്ക് പോലും കൊടുക്കരുത്. ആദ്യം പവർ കമന്റ് മാംഗോ ഇട്ടോ, ഞാനും ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യും, നന്നായിട്ട് മിക്സ് ചെയ്താ നോക്ക്. അപ്പൊ നോക്ക് യൂട്യൂബ് മിക്സ് ചെയ്യാൻ വേറെ ന്യൂ മെമ്പറാണ് ഇവള്. ന്യൂ മെമ്പറൊന്നും അല്ല ഗായ്സ്, ഇവള് വെരി വെരി ന്യൂ മെമ്പർ ആണ്. കണ്ടോ ഗായ്സ് കുഴക്കണ കുഴപ്പ് അപ്പി കുഴക്കും പോലെ ഇല്ലേ? അപ്പിയൊന്നും അല്ല ഗായ്സ്, അതൊക്കെ ചെളിയാണ്. പക്ഷെ അപ്പി പോലെയുണ്ട്. നമ്മള് കൈ കഴുകുമല്ലോ. അപ്പൊ മതി മതി മതി. അയ്യോ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കൂടിപ്പോയി. കുറച്ച് ഇത്തിരി കൂടിപ്പോയി. അതാ കുറച്ചല്ല കൊറേ കൂടിപ്പോയി. അതന്നെ ഇവളല്ല ചെയ്ത. അപ്പൊ ഗായ്സ് ഇതാണ് നമ്മള് ഇത് വാട്ടർ അതോറിറ്റി ടാപ്പ്. ഈ കാലി തെറിപ്പിക്കാതെ മെഷീൻ ഒന്നാമത് ചൂട് കുട്ടി കിടക്കുന്നു. ചെയ്യാൻ പറ്റൂലേ? പക്ഷെ ചൂടത്ത് കിടക്കുമ്പോഴാണ് അവള് തണുത്തോളല്ലേ. തണുത്തോളായിട്ട് പൊള്ളല് പോലെ പൊള്ളല്. ഈ ചെടി നടാ, റംബൂട്ടാൻ നടാ നമുക്ക്. അതെ, നമുക്ക് ആദ്യം കുറച്ച് റംബൂട്ടാൻ ആൻഡ് ഒരു മാങ്ങ സീഡ് വേണം. മാങ്ങ സീഡ് ദാണ്ട് ഇവിടെ ചെടി നട്ടോണ്ടിരിക്കുകയാണ്. ആ മാങ്ങ സീഡ് അല്ല, ഇവിടെ ഒരു മാങ്ങ സീഡ് വേണം. മാങ്ങ സീഡ് ദാണ്ട് ഗായ്സ്, മാങ്ങ സീഡ് മാങ്ങ സീഡ് അയ്യോ അതെന്റെ ചെടി ഉണ്ടാക്കി വരലാവില്ലെന്നല്ലേ നിന്റെ തോന്നുന്നു. പിടി പറ്റൂല. എന്നെ പൂവുണ്ടാക്കാം. പൂവുണ്ടാക്കാം, ഞാൻ പൂവുണ്ടാക്കാം. അപ്പൊ ഇന്ന് നമ്മള് പൂവാണ് ഉണ്ടാക്കണ. അപ്പൊ ഞാൻ ഉണ്ടാക്കൂല, ഞാൻ ചപ്പാത്തിനെ ഉണ്ടാക്കാം. എനിക്ക് ഇത്ര മതി. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ച് സൂം ഒക്കെ കല്ല് ഞാൻ സൂം ചെയ്ത് നോക്ക്. നന്നായിട്ട് എല്ലാം സൂക്ഷ്മമായിട്ട് ചെയ്യണം അല്ലേ? ആദ്യം നന്നായിട്ട് ഇതാ നമ്മള് ഇങ്ങനെ ആക്കണം. ഇങ്ങനെ ഇങ്ങനെ നിങ്ങളെ കുറെ 50,000 നമ്മള് പാട്ടിട്ട് വല്ല ഇങ്ങനെ പുള്ളി ഇടും. 50K ലൈക്ക് ചലഞ്ചിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യും. കട്ട് ചെയ്യട്ടെ. എന്റെ ഗൈസ് അപ്പി എടുത്ത് കളയുന്നു. അപ്പി മാറുന്നുണ്ട്.
ചീത്ത വാക്കൊക്കെ നോക്കൂ ചപ്പാത്തി അടിക്കണത് ചെയ്തിട്ട് കൊറേ ദിവസം അല്ലേ, ഒരു വർഷമെങ്കിലായി. അതൊരിക്കലും ശരിയാവത്തില്ല. അതെ, വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കൂടിപ്പോയി. ശരിക്കും ഡസ്ബിയുടെ ആണ് ശരിക്കും കൂടിപ്പോയത്. ഏറ്റവും ലോ കുറച്ച് ഹൈ, ഏറ്റവും കൂടുതൽ ഹൈ. പൂവിന്റെ ഷേപ്പ് ഉണ്ടാക്കാം. ആ പൂവായിട്ടില്ലല്ലോ, പൂവിന്റെ ഷേപ്പ് ഉണ്ടാക്കാൻ പോണം. ഒരു കല്ല് പോലെ ഉണ്ട്. അങ്ങനെ വേണം. പുഴന്ന് കിട്ടണ ഒരു കല്ല് പോലെ ഉണ്ട്. ഇത് കൂടുതൽ ചെളിയോ ആയിപ്പോയി. കൂടുതലാണ് നീ ഒഴിച്ച വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കൂടിപ്പോയി. ഫ്ലവറിന്റെ ഷേപ്പ് ഇതാ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ ഗൈസ്, ഇവിടെ ഫ്ലവറിന്റെ ഷേപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫ്ലവറിന്റെ ഇതള് ശരിയാക്കുകയാണ്. ഇതള് ശരിയാക്കി നമുക്ക് ഫുൾ ബോഡി ശരിയാക്കാം. ഇത് ചെയ്തിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുന്നു വേണ്ട, എന്തായാലും നോക്കി കളയില്ല. അപ്പൊ ഗൈസ് ഇന്ന് നമ്മള് ഉണ്ടാക്കുമ്പോൾ എനിക്ക് അറിഞ്ഞൂടെന്തുണ്ടാക്കാം. ക്യാമറമാൻ മിണ്ടാതിരിക്കണം പ്ലീസ്. യൂട്യൂബർ ഒന്ന് ക്യാമറമാൻ ആകൂ. പിന്നെ ഇല്ല, അവളെ കയ്യിൽ മണ്ണുണ്ട്. പിന്നെ ഫേക്ക് യൂട്യൂബർ ഒന്ന് ക്യാമറമാൻ ആകുമോ? ഇല്ല, യൂട്യൂബ് ഇല്ലാത്തൊരു ക്യാമറമാൻ ഒന്ന് ക്യാമറമാൻ ആകും. ഞാൻ അവളെ യൂട്യൂബിലുണ്ട്, പക്ഷെ നിനക്ക് സ്വന്തമായിട്ട് യൂട്യൂബില്ലല്ലോ. അതാണ് ഞാൻ യൂട്യൂബ് ഇല്ലാത്ത യൂട്യൂബർ ക്യാമറ പിടിക്കാമോ? പെണ്ണല്ല, പെണ്ണങ്ങനെയാണ് ഞാൻ പൊട്ടിന്ന് വിളിക്കുന്നത്. അത് നിന്നെ വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്താന്ന് വെച്ചാൽ നീ അല്ലേ ശരിക്കും പെണ്ണ്, ഞാൻ അല്ല, ഞാനാണ്. അങ്ങനെ ഏകദേശം 2 ഇതളായതേ ഉള്ളൂ. ഏകദേശം കറക്റ്റായിട്ട് ഇതിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ 4 ഇനിയും പാർട്ട് 2 ഇടണമെങ്കിൽ നിങ്ങൾ പാർട്ട് 2 നിന്റെ അപ്പൂപ്പന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. പാർട്ട് 2 എന്റെ അപ്പൂപ്പന്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നത്. അപ്പൂപ്പന്റെ വീട്ടിന്റെ അടുത്താണ് ഞാൻ നിൽക്കുക. അയ്യോ, സ്വപ്നത്തിലാവാം. ദേവദത്തല്ല, എന്നാലും അമ്പുടു അഭിക്കൂട്ടല്ല. ദേവദത്തന്റെ അമ്മാമ കത്തി എടുത്തത് എല്ലാവരും വെട്ടുന്നു. ഞാൻ പേടിച്ച് തോട്ടി. അമ്പുടു അമ്മുമ്മ കത്തി എടുത്തിട്ട് മുറിക്കുന്നു പറഞ്ഞ ആളെ പേടിച്ചു. ഞാൻ കൊറേ തിരിച്ച് നിങ്ങളൊക്കെ കാണണമായിരുന്നു. ആര് ചിരിച്ചത് ശരിക്കും പറഞ്ഞു? അപ്പൊ കുഞ്ഞാണ് ഇത് യൂട്യൂബ് ഇല്ലാത്ത യൂട്യൂബ്. നസാറയാണ് ഈ യൂട്യൂബിന്റെ റിയൽ ഓണർ. ജോയിൻ ചെയ്ത് എന്നുവെച്ചാൽ യൂട്യൂബില് 2 മെമ്പേഴ്സ് വേണമല്ലോ. 2 മെമ്പേഴ്സ്, 1 മെമ്പർ ആയാലും കുഴപ്പമില്ല. അല്ല, ഗെയിമിംഗ് വീഡിയോ ഇട്ടൂടായിരുന്നു റോബോക്സ്. അത് ഇവിടെ ഈ ടാബിലല്ലേ റോബോക്സ്. നിന്റെ ഫോണിൽ കളിക്കണം, അത്ര. ഫോണാണെങ്കിൽ അടിച്ചു പോയാൽ സ്റ്റെപ്പിൽ നൂറ്റിട്ട്. ഞാൻ അങ്ങനെ അടിച്ചു പോവാതെ വേറെ കംപ്ലൈന്റ് ആണെങ്കിൽ ഞാൻ എപ്പോഴും ശരിയാക്കിയാണ്. എനിക്ക് പണ്ട് എനിക്ക് ശരിയാക്കാനൊക്കെ അറിയാം. സ്റ്റെപ്പിൽ കഴിഞ്ഞില്ലേ, എൻ്റെ ഡിസ്പ്ലേ ഒക്കെ അടിച്ചു പോയി കാണും. ഡിസ്പ്ലേ പോയാൽ അതിൽ കുറേ നീലയും ചുമപ്പും പച്ചയും വരെ ഇങ്ങനെ കുറേ വന്നിരിക്കും. അതില്ല, ഓണാവില്ലല്ലോ. ഓണില്ല, ഓണാവൂല. എന്റെയും കൈയുണ്ടോ? എന്റെ അധികം ഇല്ല, എല്ലാം മണ്ണ് ഉണങ്ങി. ഇനി അത് കഴിവാ ചിലപ്പോ പോവില്ല കഴിവ്. പിന്നെ നിന്റെ പെണ്ണിന്റെ പൂവിന്റെ ഷേപ്പ് നോക്കൂ. ഞാൻ പൂവൊന്നും ഉണ്ടാക്കുന്നില്ല, വീടുണ്ടാക്കാൻ. അത് നല്ല പണിയാണ്. പൂവിനെക്കാട്ടി ഏറ്റവും കൂടുതൽ പണി അതിനാണ്. നീ വല്ല ഡയറി മിൽക്കിന്റെ വലിയ ഫാമിലി പാക്കിന്റെ ചോക്ലേറ്റ് വല്ലതും വെച്ച് ഇത് ഉണ്ടാക്കാൻ നോക്ക്. അത് ഉരുക്കി വെച്ചാ പോരെ, ഒട്ടിയിരിക്കുമല്ലേ.
പക്ഷെ ഡയറി മിൽക്ക് ഇല്ലല്ലോ പറയും പോലെ പോയി വാങ്ങിച്ചാലേ പറ്റുള്ളൂ. എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു, വയറിലുണ്ട് ഇപ്പം വയറിലുണ്ട്. ആ എൻ്റെ വീട്ടിൽ ഇന്നലെ 3 എണ്ണം ഉണ്ടായിരുന്നു വലുത്. അതും ഇപ്പം രാവിലെ കൂടെ ഒന്നാ വയറ്റിൻ്റെ തട്ടിയിട്ട് വന്നത്. പല്ലുള്ളപ്പോൾ നമ്മൾ എണീക്കേ ഇല്ല. സ്കൂളില്ലാത്തപ്പോൾ നേരത്തെ എണീക്കുന്നു. എൻ്റെ അവസ്ഥ ഇന്ന് ഇതായിരുന്നു. എല്ലാവരും പറയുന്നുണ്ട് സ്കൂളുള്ളപ്പോൾ നമ്മൾ എണീക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ 12 മണിയായിട്ട് എണീക്കൂല. സ്കൂളില്ലെങ്കിൽ നേരത്തെ എണീക്കും. ഇല്ല ഇന്ന് എണീച്ചപ്പോൾ നീ 10-12 മണിയൊക്കെ ആയി. സ്കൂളൊക്കെ അടച്ച്, അതുകൊണ്ട് എനിക്കൊരു ഇറിറ്റേഷൻ ഒന്നും ആരെങ്കിലും ഒന്ന് ക്യാമറമാൻ അവിടെ എൻ്റെ കൈ കടക്കുന്നു. ചെയ്തേ പറ്റും. യൂട്യൂബറിൻ്റെ ഓണറിൻ്റെ ഫ്രണ്ട്, യൂട്യൂബർ ഓണറിൻ്റെ അനിയത്തി. യൂട്യൂബറിൻ്റെ ഓണറിൻ്റെ ഫ്രണ്ട്. ഇത് യൂട്യൂബർ ഓണറിൻ്റെ അനിയത്തി. ഇത് യൂട്യൂബർ ഓണറിൻ്റെ ഫ്രണ്ട്. That's kind of right. ഒന്ന് വലുത് ഒന്ന് ചെറുത്, ഒന്ന് വലുത് ഒന്ന് ചെറുത്. അതൊന്നും കെയർ. I don't care. സൺഫ്ലവർ പോലെ ഇല്ല. ചെറിയൊരിതുണ്ട് സൺഫ്ലവർ. ചെറിയൊരിതൊന്നും ഇല്ല. ഇത് മിക്കവാറും ചൈനീസ് ഫീഷറി ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ചൈനീസ് ഫീഷറി ഉണ്ടാക്കി വെക്ക്. എന്ത് ഒരു ഇതേപോലെ സർക്കിൾ ഉണ്ടാക്കിയിട്ടേ ഇതിങ്ങനെ ഇപ്പോൾ ഇതേപോലത്തെ 3 എണ്ണം വെച്ചിട്ട് ഇങ്ങനെ പരത്തി വെച്ചാൽ മതി. പിന്നെ ഉണങ്ങാൻ നിൽക്കുന്നത് പോകും ചൈനീസ് ഫിഷർ. ഗായ്സ് യൂട്യൂബർ ഓണറിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ആരെങ്കിലും ഒന്ന് അലക്കാതിരിക്കാൻ പറയൂ. അയ്യോ പിന്നെ നിങ്ങൾ ഒന്ന് പിടി. പോയാ പറ്റില്ല. ഓണർ ഫ്രണ്ട് ഒന്ന് പിടിക്കാൻ. ഓണർ ഫ്രണ്ട് അനിയത്തി ഒന്ന് പിടിക്കാൻ. ഇല്ല പറ്റില്ല. ഇത് കാണാൻ നിന്നെ പോലെ ഉണ്ട്. അവള് റെഡി ആയിട്ടുണ്ട്, നോക്കൂ. പിടിച്ചോ ക്യാമറ പിടിച്ചോ. പ്രിൻസസ് അല്ലേ നീ? പ്രിൻസസ് ഒന്നും ജോലി ഒന്നും എടുക്കില്ല. കറക്റ്റ് ആണ്. That is not correct. പ്രിൻസസ് ആണ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാനുള്ള. പ്രിൻസസ് പറ്റൂല. അവർക്ക് ഇൻട്രൊഡക്ഷൻ കൊടുക്കും. പ്രിൻസസ് ജോലി എടുക്കട്ടെ. പ്രിൻസസ് അവനെ അലച്ചാൽ മതി. നോക്കൂ, യൂട്യൂബ് കട്ട് ചെയ്യട്ടെ. പറ്റൂല. പിന്നെ എപ്പോൾ കട്ട് ചെയ്യട്ടെ? വെള്ളം വേണം. ഇതാക്കിപ്പോ ഇതിൽ കുറച്ച് വെള്ളം എടുക്കണം. പ്രിൻസസ് ഇതൊക്കെ ചെയ്യണം, ചെറിയ ജോലികൾ. ഇത് ഇച്ചിരി വലിയ ജോലി. ഇവിടുന്ന് അത്രയും സ്റ്റെപ്പ് എറിഞ്ഞ് താഴെ പോയി വെള്ളം എടുത്ത് അത്രയും സ്റ്റെപ്പ് എറിഞ്ഞ് വരണ്ടേ? അങ്ങനത്തെ പണ്ടൊരു ഇറ്റലിയിൽ വന്നിട്ടുണ്ട്. എങ്ങനെ ഈ വെള്ളം എടുത്തിട്ട് എന്നുവെച്ചാൽ ഇത്തിരി അത് ഒരു തുള്ളി അറിയാതെ ഒരു സ്റ്റെപ്പിൽ എങ്ങനെ വരണം. എന്നാ പ്രിൻസസ്സാ പലരും ചെയ്തിട്ട് തോറ്റ. അവസാനം ഒരു പാവപ്പെട്ട പെൺകുട്ടി വന്നിട്ട് ചെയ്തു. കാരണം ഇത് ശീലമായതുകൊണ്ട് അവർക്ക് ഒരു തുള്ളി പോലെ കളയാതെ ഓടിക്കറണം. ഓടിയില്ല. ഓടി. അതായത് പണ്ടത്തെ പ്രിൻസസ്. ഞാൻ തിരിയുന്ന അതൊക്കെ ഇവിടെ കേട്ടിട്ടുണ്ട്. പ്രിൻസസ് ആവണമെങ്കിൽ എന്നുവെച്ചാൽ രാജകുമാരന്റെ മോനെ കഴിവണോ അതിനേട്ടോ? ഇപ്പൊ കഴിയിട്ട് കാര്യമില്ല. അവിടെ ക്യാമറ സ്റ്റക്കാക്കി വെച്ചിരിക്കുന്നു. അല്ല ക്യാമറ അല്ല, ഐപാഡിനെ അവിടെ സ്റ്റക്കാക്കി വെച്ചിരിക്കുന്നു. അനക്കുന്നില്ലേ? എടുത്തോണ്ട് പോവേണ്ട സമയം. നിന്റെ മുഖം ഓൾറെഡി കാണാൻ പറ്റണല്ല. നിന്റെ മുഖം ഓൾറെഡി കാണാൻ പറ്റന്നെ. ബിസ്മിലുവിന്റെ പൂവാണ് കാണാൻ പറ്റാത്തത്. ബിസ്മിലുവിന്റെ പൂവാണ് കാണാൻ പറ്റാത്തത്. നിന്റെ ബാക്കിൽ കടന്തല്. ഇപ്പൊ ഡസ്ബിന്റെ ബാക്കിലായി പോയി. ക്യാമറാമാൻ കളിക്കും.
ഇന്നലെ കളിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ക്യാമറമാൻ കളിക്കും, പക്ഷെ ഇന്നലെ കളിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ക്യാമറമാൻ്റെ ഫ്രണ്ടാ? വാവ്. പക്ഷെ എന്റെ പഴയ അക്കൗണ്ട് കിട്ടിയല്ലോ. നിന്റെ പുതിയ അക്കൗണ്ടിന്റെ പേര് നമ്പറേ കുറച്ച് ദിവസം നിന്നിട്ട് വേറെ കളിക്കും. എവിടെ സ്റ്റുഡിയോ പോ. അപ്പൊ നമുക്ക് റോബ്ലോക്സ് ഒരുമിച്ച് കളിക്കാൻ പറ്റും. എന്റെ പപ്പന്റെ ക്യാഷിന്റെ ചിലവുണ്ട്. അതെന്ത് മോളൊക്കെ ഏത് സ്ഥലത്താണ്? ഞാൻ ഇന്നലെ നിന്റെ വീട്ടിൽ വരുവേ. കുറച്ച് വെള്ളം താടേ, കുറച്ച് വെള്ളം താടേ. നിങ്ങളൊക്കെ കുടിച്ചല്ലേ, ഞാൻ ഒന്നും കുടിച്ചില്ല. റായ്പൂരിൽ പോകാൻ പോകുക. ഭാഗ്യമില്ലേ അപ്പൊ ഭാഗ്യമില്ലേ? കൊറേ ലെങ്ത് ഇടണ്ടല്ലോ വീഡിയോക്ക്, ഒരാൾ മാത്രമല്ലേ ഉള്ളൂ. അത് ഭാഗ്യമല്ലേന്ന് ഒരാളല്ലേ ഉള്ളൂ, കൊറേ ലെങ്ത് ഇടണ്ടല്ലോ വീഡിയോക്ക്. അവളെന്ത് സ്പൂൺ ഉണ്ടാക്കുന്നു? ക്യാമറമാൻ ആരുണ്ടാവും? എന്ത് എനിക്ക് ലെങ്തിൽ വീഡിയോ എടുത്ത് കൈ പിടിക്കണേ, കൈ വെക്കണേ. ഒരു തുള്ളി ഒരിറ്റ് വെള്ളം പോലും തന്നില്ലല്ലോ നീയൊക്കെ. നമുക്കൊരു കട തുടങ്ങിയാലോ? ഇത് ചെയ്ത് ഞാൻ പണ്ട് മീൻ കട തുടങ്ങിയിട്ടുണ്ട്. മീൻ വിൽക്കണ കട. ചത്ത മീനല്ല, എപ്പി വളർത്തണം. ആ മീനല്ല, ഗപ്പി ഗപ്പി. ഓ ഇവിടെ അല്ല, എൻ്റെ അച്ഛൻ വരെ വിട്ടു. കഥ പൊളിച്ച് നമ്മള് വാഴയിലയും കമ്പൊക്കെ ഇട്ടാണ് കെട്ടി വെച്ചത് കട. ഞാനും എൻ്റെ അവിടുത്തെ ഒരു ചേട്ടനും കൂടെ ഒറ്റയ്ക്ക് തുടങ്ങി. പൈസ കിട്ടി, പൈസ ലാഭിച്ചു നമ്മള്. കൊറേ പൈസ ലാഭിച്ചു. എത്ര രൂപയ്ക്ക് നീ വിറ്റ്? ഞാൻ ഒന്നിന് 100 രൂപ വെച്ച് വിട്ടു. നീളമുള്ള വാലുണ്ട്, ഫൈറ്ററിന്റെ വാല് പോലത്തെ വാല്, നീളമുള്ള കളർ വാല്, അതിനൊക്കെ ഉണ്ടല്ലേ. ഞാൻ ഒരു ബാക്കിയെല്ലാത്തിനും ഞാൻ 100 രൂപ വെച്ച് വിട്ടി. മറ്റേതിനൊക്കെ 200 രൂപ വെച്ചു. എന്തിന് എല്ലാരും വന്ന് മാച്ചോട്ട് വിടാൻ കളറുള്ള മീനാണ്. അപ്പൊ എനിക്ക് കൊറേ പൈസ ലാഭിച്ചു. നീ തോട്ടിൽ പോയിട്ട് അവിടെ മീൻ ഉണ്ടല്ലേടാ? ഓ വലിയ മീൻ വരെ നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഓറഞ്ച് ഉള്ള പിടിക്കോ? ആ ഷട്ടർ മറ്റേ ഡാം ഉണ്ടല്ലോ, ഡാമിന്റെ ഷട്ടറിന്റെ ഗ്യാപ്പിൽ കൂടെ വന്ന് വലിയ തോടാണത്. അവിടെ ഇറങ്ങി അവിടെ ഇപ്പൊ കൊറേ ഷട്ടർ തുറന്നു. ഡാമിൽ ഇപ്പൊ അരിക്കൽ ഡാമിന്നെ കൊറേ ഷട്ടർ ഇപ്പൊ തുറന്നു വിടണോണ്ട് അവിടെ ഇപ്പൊ വെള്ളം പൊങ്ങി കിടക്കണം. അവിടെ നല്ല ഒഴുക്കാണ്. കേറിയുന്ന ഒഴുകിപ്പോ, കേറിയുന്ന ഒഴുകിപ്പോ, കേറി നിന്ന ഒഴുകിപ്പോ. പക്ഷെ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ വലയിട്ടാണ് ഇരിക്കുന്നത്. അല്ല നിങ്ങൾക്ക് മീൻ പിടിക്കാൻ പറ്റുമല്ലോ. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മീൻ പിടിക്കാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് എളുപ്പത്തിൽ മീൻ പിടിക്കാൻ പറ്റുമല്ലോ. എവിടെയെങ്കിലും തോട്ടി ചെന്നിട്ട് കുറച്ച് ബിരിയാണി അരി അല്ല സാധാ അല്ല എവിടെയെങ്കിലും ബിരിയാണി അരി അല്ല സാധാ അരി ഉണ്ടല്ലോ, ചോറ് വച്ചത് വേവിച്ച, അത് കുറച്ച് ഒരു കുപ്പിക്കകത്തിടണം. എന്നിട്ട് ആ ഒരു കുപ്പി ഉണ്ടല്ലോ, അതിൻ്റെ അടപ്പ് ഭാഗം മുറിക്കണം. എന്നിട്ട് അതിൻ്റെ അടപ്പ് തുറന്ന് കളയണം. അടപ്പ് കളയണം നമ്മൾ. എന്നിട്ട് എൻ്റെ ഇത് കമത്തി വെക്കണം. എന്നിട്ട് അതിൻ്റെ 2 സൈഡിൽ ഓട്ടം എടുത്ത് ഒരു നൂല് കെട്ടിയാൽ മതി. എന്നിട്ട് അതെടുത്ത് മീനുള്ള സ്ഥലത്ത് എടുത്തിടണം. മീൻ ചോറ് കണ്ടിട്ട് അതിൻ്റെ അകത്ത് കയറി ട്രാപ്പായി പോകും. മീൻ തിരിച്ചിറങ്ങാൻ പറ്റൂല. എനിക്ക് പിടിക്കണം മീൻ, എന്നിട്ട് നമുക്ക് വിൽക്കാം. ഞാൻ ചൂണ്ടയിട്ട് പിടിച്ചിട്ടുണ്ട്. ഞാൻ പിടിച്ചിട്ടുണ്ട്. ആ ലോക്കൽ ചൂണ്ടയിട്ട് എങ്ങനെയെന്നാ, ഒരു പേരക്ക കമ്പി, ഒരു സ്റ്റാപ്ലെയർ, പിന്നെ ഒരു സാധാ നൂല്. ഞാൻ ചെറിയ മീനെ പിടിച്ചിട്ടുണ്ട്. ചെറിയ മീൻ എന്ന് പറയുമ്പോൾ ഇത്രയ്ക്കുള്ള ഒരു മീൻ. വണ്ണ ഇത്രയെന്നാണ് പറഞ്ഞത്, സൈസ് ഇത്രയുണ്ട്. അങ്ങനെ മീനെ പിടിച്ച് നല്ല രസമായിരുന്നു. പക്ഷെ നമ്മൾ ഒരു ദിവസം പിടിച്ചതേ ആ മീനുണ്ടല്ല, അത് ആ മീന് കരയിലും ജീവിച്ചിരിക്കാൻ പറ്റും, വെള്ളത്തിലും ജീവിച്ചിരിക്കാൻ പറ്റും. ആമ. ഓ വിറ്റ് 5-6 കിട്ടി ആമ. ഒന്നിൽ തന്നെ 5-6. നമ്മൾ 4 ഹുക്കാണ്. ആമയ്ക്ക് നമ്മൾ 300.
ആമി നമ്മൾ 50 രൂപയ്ക്കാണ് കിട്ടുക. ആമ നമ്മൾ 50 രൂപയ്ക്കാണ് കിട്ടുക. ഇത് കുഞ്ഞു ആമയാണ് കിട്ടുക. കുഞ്ഞു ആമയാണ് കിട്ടുക. ആൾക്കാർ ചുമ്മാ വാങ്ങിച്ചോണ്ട് പോയാ പൈസ ഒന്ന് വാങ്ങിച്ചോണ്ട് പോയി. നിനക്ക് ലാഭമായി. വലിയവരും വന്ന് വാങ്ങിച്ചോണ്ട് പോയി, പിള്ളേരും വന്ന് വാങ്ങിച്ചോണ്ട് പോയി. അങ്ങനെ നമ്മളെ മീൻ കട അവിടെ മൊത്തം പ്രശസ്തമായി. വാട്ടർമെലൺ ഷേക്ക് ഉണ്ടാക്കി കടയിടാൻ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യൂല. ഞാൻ മാങ്ങ ഞാൻ എന്ത് ചെയ്തെന്നാ, പച്ച മാങ്ങയും പഴുത്ത മാങ്ങയും ഇത് മറ്റേ തേങ്ങയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് മിൽക്ക് ഷേക്കൊക്കെ അടിച്ച് നമ്മൾ അതൊക്കെ വെച്ച് മിൽക്ക് ഷേക്കും ജ്യൂസൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയൊക്കെ നമ്മൾ വെച്ചിരിക്കണം. ഇപ്പൊ നമ്മൾ കട പൊളിച്ചു കളഞ്ഞു. ഇനി പുതിയത് കെട്ട്. ഞാൻ അവിടെ നിന്ന് വന്നോണ്ട് അന്ന് പൊളിച്ചു കളഞ്ഞു. ഞാനൊക്കെ മീൻ പിടിക്കണതിൽ പ്രായമുണ്ട്. പിന്നെ നമുക്ക് കുറെ കച്ചവടമുണ്ട്. നമ്മൾ മീൻ പിടിക്കും. ഈ അവിടുത്തെ തോട്ടിയില് അവിടെ മറ്റേ പള്ളത്തിയും മറ്റേ കാക്കപ്പട ചീത്തിയും അതൊക്കെ അതൊക്കെ അഴുക്ക മീനാണ്. അതിൻ്റെ ദേഹത്തൊക്കെ നാറും. അതിൻ്റെ ദേഹം നാറണ മീനാണ്. അതിൻ്റെ അത് ദേഹത്ത് കുറെ അഴുക്കും നാറണ മീനാണ്. നമ്മൾ നല്ല തോട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ഏകദേശം ഫ്ലവറിന്റെ ഷേപ്പായി. ഗായ്സ് നോക്കൂ ഗായ്സ്, ഇതാണ് നമ്മളെ ഇത് യൂട്യൂബർ ഓണറിന്റെ ഫ്ലവർ. അതെന്തോന്നു? ഇതാണ് നമ്മളെ ഫ്രണ്ട് ഉണ്ടാക്കിയ ഹൗസ്. ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഞാൻ ഉണ്ടാക്കി. എനിക്ക് കുറച്ച് നല്ല കാറ്റടിക്കുന്നു. ഇതാണ് എനിക്ക് നല്ല കാറ്റുണ്ട്. അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. ഈ പൂവിന്റെ ഒരു തണ്ടും കൂടെ മതി. വേണ്ട, എത്ര മതി. അപ്പൊ കട്ട് ചെയ്യണ്ട. കൈ കഴുകാൻ പോണം. നമ്മളിതൊക്കെ ഉണക്കാൻ വെക്കുന്നത് കാണിച്ചു കൊടുക്കാം. ഇനി അത് ഉണങ്ങണ വരെ വീഡിയോ എടുത്തോണ്ടിരിക്കണം. വേണ്ട, കൈ കഴുകാൻ. അമ്മ ഇന്ന് നൂലെടുക്കാം. നോക്ക്, അപ്പോഴേക്കും ഇതൊക്കെ നല്ല പെർഫെക്ഷൻസ്. കൈ ഇങ്ങനെ വരച്ചാൽ മതി. ഇപ്പൊ കുറച്ച് പെർഫെക്ഷൻസ് ആണ് ഇതൊക്കെ. അങ്ങനെ വരച്ചാൽ മതി, പെട്ടെന്ന് പോകും. നീ വായിക്കേ. എൻ്റെ ഇതിലും ചെളി, അവളയിലാണ് ചെളിയില്ലാത്ത. പ്രിൻസസിനെ പറ്റിച്ച് അത്യുണ്ട്. പാട്ട് കിടത്തണം അവിടെ. ഞാൻ പോയി നോക്കട്ടെ. വേണ്ട വേണ്ട, അട്ട എന്തിനാ അവിടെ പാട്ടി കിടത്തണം? അട്ട എന്തിനാ അവിടെ പാർട്ടി കിടത്തണം? അട്ടയില്ലേ, കൊറേ അട്ട ഇല്ലേ അട്ട പാർട്ടി കിടത്താൻ. വീഡിയോ കട്ട് ചെയ്യാനേ? ഇല്ല. എന്ത് ഞാൻ പറഞ്ഞോണ്ട് ഞാനാണ് യൂട്യൂബർ. കട്ട് ചെയ്യും. എപ്പ കട്ട് ചെയ്യും? അതാ ഉണക്കാൻ വെച്ചിട്ട് എന്റെ കൈ കളിപ്പാട്ടക്കട. നീ ഒന്ന് കേവണമേന എന്റെ കൈ. എനിക്ക് വെള്ളം കുടിച്ച് ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് കുറച്ചേരം വെയിറ്റ് ചെയ്യണം ഉണങ്ങാൻ വേണ്ടിട്ട്. എന്നിട്ട്
ഞാൻ ചെയ്യാം. ഇല്ല ഞാൻ ഇപ്പൊ തരാം. 20 മിനിറ്റ് നെറ്റ് വെയിറ്റ് ചെയ്യണം. നിന്റെ ഒരു ബാക്ക് ഫ്ലിപ്പ്. ഓ എന്റെ മോഹം. അയ്യോ ക്യാമറ കയ്യിൽ നിന്ന് പോയപ്പോ നീ മേലെ തന്നെ ക്യാമറ വേണ്ടായിരുന്നു. ഇതന്ന് ഓൾറെഡി നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞ അതല്ലേ? ഓക്കെ പിടിച്ചോളൂ. ഒരു സ്റ്റാൻഡ് ഇല്ല മച്ചൂടെ എനക്കല്ലേ ക്യാമറമാൻ ആവണോന്ന് പറയണോ? ഇനി മതി, ഇനി എനിക്കാവണ്ട. ആവും. ഞാൻ ആവൂല. കൈയൊക്കെ പോയി. ഇത്രയും മതിയെന്ന് തോന്നുന്നു. ഇത് നസാറ മിക്കവാറും പൊട്ടിപ്പോയി. അതുണ്ട് ഇതള് നോക്കിയാ ജോയിന്റ് അല്ലേ? ഒട്ടും ജോയിന്റ് ഇല്ല. ഇതൊക്കെ ചിലപ്പോ പൊട്ടിപ്പോവും. ഇതൊക്കെ പൊട്ടിപ്പോവും. എങ്ങനെ ജോയിന്റ് ആക്കും? കണ്ട് എൻ്റെ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വെയിൽ കൊണ്ടിടാനുള്ളതാണ്. പൊട്ടി അയ്യോ മറ്റേ നൂല് കാണില്ല. പൊട്ടിച്ചെടുത്തതാണ്. ദേവതാ നീയല്ലേ ഇതിൽ പോന്ന് ചെയ്യോ? നീ ഇതെടുക്കാൻ പോയിട്ട് കൊണ്ട് അവിടെ കൊണ്ടിരുന്ന എനിക്ക് വിട് പൊട്ടും. എന്റെ എന്തിനാർക്കാണുള്ളത് പറ. ഇല്ല ഞാൻ ചെയ്യാം. എനിക്കറിയാല്ല എന്റെ ചെയ്യാം. പതുക്കെ എപ്പോഴും പൊളിയും. അത് കണ്ടിട്ട് പോകാൻ പോലും ഇത് തന്നെ വേണോ? പൊളിയൂടെ ഇത് നീ ശ്രദ്ധിച്ച്. ഞാൻ പറഞ്ഞില്ലേ പൊളിയോ? അത് കുറച്ച് ഉണങ്ങാറുണ്ട്. കാരണം നിന്റെ ഓൾറെഡി ഉണങ്ങി അവളെ. അതിനി ഉണങ്ങും. ഞാൻ ദാ ഇവിടെ വെക്കാൻ പോണേ. ഞാൻ ദാ ഇവിടെ തന്നെ വെക്കാണ്. അത് മുറിക്കാനല്ല, കറക്റ്റ് ചെയ്യണം. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തിക്നെസ് നോക്കണം. പിന്നെ കുറച്ച് തെറ്റുകളുണ്ട്. ഒന്ന് വെള്ളം കൂടിപ്പോയി, കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോഴ് വെള്ളം ഇത്തിരി ഉപയോഗിച്ചാൽ മതി. ഒരു ഇത്തിരി നല്ല മണ്ണ് നോക്കി എടുക്കണം. അത് തന്നെ ഗായ്സ്, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്താൽ മതി ഗായ്സ്. അപ്പൊ ഗായ്സ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ആദ്യം നമ്മൾ കൊച്ചു ചെളിയൊക്കെ അതിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ചെയ്തോക്കാം. നിങ്ങൾക്ക് കുറച്ച് ഉണങ്ങിയിട്ടൊക്കെ നൂല് വെച്ചൊന്ന് കീർക്കണം. എന്നിട്ട് നമ്മൾ വെയിലിടായിരിക്കും. അപ്പൊ നമുക്ക് അടിപൊളി ഇത് കിട്ടും. അപ്പൊ നമ്മൾ പാർട്ട് 2 ചെയ്യാം. പാർട്ട് 2 ഒന്നും ഇല്ല ഗായ്സ്. ഈ പൊട്ടിക്ക് നിങ്ങൾ ഇഷ്ടമല്ലേ? ഞാൻ ചുമ്മാ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. വ്യൂസ് ഇസ് ദ ബെസ്റ്റ്. ഇനിയിപ്പോൾ അടുത്ത ആവശ്യമില്ലാത്ത കളിപ്പാട്ടം വെച്ച് കളിപ്പാട്ട കട ഉണ്ടാക്കാം. എനിക്ക് ആവശ്യമില്ലാത്ത കളിപ്പാട്ടം ഉണ്ട്. അത് നന്നാക്കി എടുത്തിട്ട് ചെയ്യാം. പേപ്പറാ? എനിക്ക് ക്യാമറ ഉണ്ട്. നമ്മളെ കൈയൊക്കെ നല്ല ചെളിയായിട്ട്. ഇത് ചെയ്യുമ്പോൾ നന്നായിട്ട് കൈ കഴുകണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ അത് ഒട്ടിക്കൊണ്ട് ജെംസ് ഒക്കെ ഉണ്ട്. ഇത് നല്ല നല്ല മണ്ണാവണം. അത് തന്നെ നല്ല മണ്ണിൽ ജെംസ് ഉണ്ടാണ്. എല്ലാ മണ്ണിലും ജെംസ്. കൈയൊക്കെ ഇങ്ങനെ നീ പടുത്ത കളിപ്പാട്ട കട ഉണ്ടാക്കാൻ പോവാണ്. എന്റെ ആവശ്യമില്ലാത്ത കളിപ്പാട്ടങ്ങളുണ്ടല്ലോ, അത് നന്നാക്കിയിട്ട് നമുക്ക് വെക്കാം. നമുക്ക് ശരിയാക്കിയത് ഓ പൈസ ഇട്ടും ചെയ്യും. നമുക്ക് പുതിയ പൂച്ചാണ്ടീനെ വാങ്ങിക്കാനും പറ്റും.
ഡോഗേഷന് മുസ്ലിങ്ങൾക്ക് വളർത്തിക്കൂടാടാ. പക്ഷെ ഞാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഞാനൊന്നും ഹെൽപ്പ് ചെയ്യല്ലേ. നിനക്ക് പട്ടീനെ വെച്ച് കളിക്കാനുള്ള എപ്പോ വേണമെങ്കിലും കളിക്കാൻ അനുവാദം ഉണ്ടാവും. പട്ടിയല്ലേ പൂച്ച. ഓക്കെ ഐ ലവ് പൂച്ചാസ്. ഓക്കെ ഞാൻ മാന്തല്ലേ, എനിക്ക് 2 പ്രാവശ്യം ഞാൻ പൂച്ച മാന്തിയിട്ടുണ്ട്. നിന്റെ മിട്ടു പിന്നെ ഒരു വേള വെള്ളപ്പൂച്ച. മിട്ടു വാന്തൂല. ഒന്നാമത് പുറത്തുള്ള പൂച്ചയാണ്, പക്ഷെ നല്ല സ്നേഹമാണ്. അല്ലെങ്കിൽ അറിയാതെ വന്ന് പട്ടിയതായിക്കോടി. അറിയാതെ പറ്റിയതോ ആവും. മിട്ടു ഇവൾക്കൊരു പൂച്ച ഇടുന്നു. വിട്ടു അത് എവിടെയോ പോയോട്ടോ. നമ്മളത് നോക്കണ്ട. അത് മരിച്ചാന്ന് പോലും അറിഞ്ഞൂടെ. അത് മരിച്ചിട്ടില്ല, ഞാൻ കണ്ട്. നീ എന്റെ ഡെഡ് ബോഡിയാണോ കണ്ടതോ മിട്ടുവിന്റെ ബോയ് ഫ്രണ്ടിന്റെ ആണോ? കണ്ണിന്റെ നീ കള്ളം പറ. കളറ് പറ. കള്ളമെന്ന്. കളറെന്തോ കണ്ണിന്റെ നീലേ. നീലയാ? നീല അല്ല, ഗ്രീനാണ് മിട്ടുവിന്റെ കണ്ണിന്റെ കളറ്. നമ്മൾ നീല. നീല അല്ല, നമ്മളത് പൂച്ച വിളിയറിയ പോയി. ആണോ? വല്ല അണ്ണാന്റെ മിട്ടൂരെ കാട്ടി സുന്ദരി. നീ ഇനി അത് ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു, നിങ്ങളെ നമ്മൾ അടിച്ചു കൊല്ലും. മിട്ടുവിനെ കുറിച്ച് പറയണ, മിട്ടുവിനെ കാട്ടി സുന്ദരൻ നല്ലടി. അണ്ണാന്റെ ഒന്നുള്ള വല്ലിന്റെ വീന്റെ അകത്ത് പോയി പറയണ്ടേ നീ. അന്ന് മിട്ടുവിന് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. നിന്റെ വീന്റെ അകത്ത് നിന്റെ ബെഡ്റൂമില് ജനലിൽ കിടന്ന ഉരുളാണ്. നമ്മള് മിട്ടുവിന്റെ അടുത്ത് നല്ല സ്നേഹം കാണിച്ചിട്ടുണ്ട്. പക്ഷെ മിട്ടുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ഉമ്മച്ചീനെ. ഉമ്മച്ചി ഉറങ്ങുമ്പോഴാണെങ്കിൽ കസേരയുടെ അടി വന്ന് ഉമ്മച്ചിയുടെ അടുത്തിരിക്കും. പിന്നെ അന്ന് കുഞ്ഞ് ചത്തില്ലേ, ബ്ലാക്കി ചത്തപ്പോഴാണെങ്കിൽ അടുത്ത് പോയി ചെന്നിട്ട് മിട്ടുവിന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞ കേട്ടാ. വോയിസ് മെസ്സേജ് അയച്ച് ഞാൻ കേട്ട് മിട്ടുവിന്റെ വിഷമങ്ങളൊക്കെ ഉമ്മച്ചിയുടെ അടുത്ത് പറയണ. മ്യാ 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 മ്യാ. അങ്ങനെയാണ് വിഷമം കാണിച്ച്. എങ്ങനെയാ? മ്യാ മ്യാ. അന്നൊട്ട് ഫ്രഷ്നെസ് ഇല്ല നമുക്ക്. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്ത് പുതിയ പൂച്ചയെ വാങ്ങിക്കും. അല്ല, അതിന്റെ പേര് മിട്ടൂന്ന് തന്നെ ആക്കും. അല്ല, ക്യൂട്ടി വേണ്ട, അത് മിട്ടു ആണിന്റെ പേരാണ്. സാരിയില്ല, മിട്ടൂന്ന് നമുക്ക് മറന്നേക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം. ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് ബിസ്ക്കറ്റ് പൂച്ചകൾ കൊടുത്തൂല. പക്ഷെ നമ്മളടുത്തല്ലോ. അല്ല, നിങ്ങള് മിട്ടുവിനെ കുറിച്ച് സാഡ് ആവണമെങ്കിൽ അത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ആര് സാഡ് ആവും? മരിക്കുമ്പോ പൂച്ച എല്ലാ അനിമലിലും മരിച്ചാലും നമുക്കൊരു വിഷമം ഉണ്ടാവും. അത് സ്ഥിരം. നമ്മൾ എത്ര പ്രിയപ്പെട്ട് വളർത്താനാണെങ്കിലും ഡയമണ്ട് എന്റെ ഒരു പട്ടി എന്റെ ഫിഷ് ഡയമണ്ട് അതും മരിച്ചു. അതാണ് എനിക്ക് ഡയമണ്ട് ഒരു ഫിഷാണ് നമ്മൾ. അതും എനിക്ക് നല്ല സങ്കടമുണ്ട്. ഡയമണ്ട് നല്ല പേര്. ഡയമണ്ട് അത് നിങ്ങൾ എവിടെ നിന്റെ ഉമ്മയുടെ വീട്ടിൽ പോയപ്പോഴല്ലേ മോൾക്ക് ഫുഡ് കൊടുക്കാൻ മറന്നുപോയി. ഫുഡ് കൊടുക്കാൻ മറന്നു. അത് കൊണ്ടുപോകാനും പിച്ച പറ്റൂല. എൻ്റെ ഉമ്മച്ചീൻ്റെ വീട്ടിൽ പോകാറുന്ന ഉമ്മച്ചീൻ്റെ വീടാണ് നമ്മളെ ബേസ്മെന്റ്. അത് ഗായ്സ്, അപ്പോൾ ടാറ്റ പറയണോ? അത് പാർട്ട് 2 ആയിട്ടില്ല. അപ്പോൾ പാർട്ട് 2 ബൈ ബൈ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ്.